ഗൾഫ് മേഖലയിലുണ്ടാകുന്ന ഏതൊരു ചെറിയ ചലനവും കേരളത്തിൻ്റെ സാമ്പത്തിക സാമൂഹിക വ്യവസ്ഥയിൽ വലിയ ആഘാതമുണ്ടാക്കും. ഏകദേശം 25 ലക്ഷത്തിലധികം മലയാളികൾ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ടെന്നാണ് കണക്ക്. ബാരലിന് $100 ക്രൂഡ് ഓയിൽ കുതിക്കുമെന്ന പ്രവചനങ്ങൾ വരുമ്പോൾ അത് കേവലം ഇന്ധനവിലയിലെ വർധനവ് മാത്രമല്ല, പച്ചക്കറി മുതൽ നിത്യോപയോഗ സാധനങ്ങൾക്ക് വരെ തീ പിടിക്കുന്ന വിലക്കയറ്റത്തിൻ്റെ ഒരു മുന്നറിയിപ്പാണ്. കേരളത്തിൻ്റെ GDPയുടെ 30% വരുന്ന പ്രവാസി പണം നിലച്ചാൽ കടക്കണിയിലായ നമ്മുടെ ഖജനാവ് അതിനെ എങ്ങനെ അതിജീവിക്കും? തൊഴിൽ നഷ്ടപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകൾ ഒരേ സമയം മടങ്ങിയെത്തിയാൽ അവരെ ഉൾക്കൊള്ളാൻ കേരളം സജ്ജമാണോ? ബാങ്കുകളിൽ കെട്ടിക്കിടക്കുന്ന 2.5 ലക്ഷം കോടിയുടെ NRI നിക്ഷേപം പിൻവലിക്കപ്പെട്ടാൽ നമ്മുടെ ബാങ്കിംഗ് മേഖല തകരുമോ? ഗൾഫ് യുദ്ധം കേരളത്തെ എങ്ങനെ ബാധിക്കും? ഈ വിഷയമാണ് ഇന്ന് ബിസിനസ് ഡയലോഗ് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ എന്നോടൊപ്പം വിദേശകാര്യ വിദഗ്ധരായ JS അടൂർ, പ്രൊഫസർ ജോസഫ് ആൻ്റണി, കേരള ട്രാവൽ മാർട്ട് പ്രസിഡന്റ് ജോസ് പ്രദീപ്, സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജ് എന്നിവർ. ആദ്യം ശ്രീ JS അടൂർ, ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം തടസ്സപ്പെടുന്നത് ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ സുരക്ഷയെ എങ്ങനെ ബാധിക്കും? അതായത് ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ സുരക്ഷയെ ബാധിക്കുന്നു പറഞ്ഞാൽ നമ്മുടെ യഥാർത്ഥ ക്രൂഡ് ഓയിൽ കപ്പാസിറ്റി ഏതാണ്ട് 1 മാസത്തൊക്കെ ഉള്ളൂ. അപ്പം ക്രൂഡ് ഓയിലിൻ്റെ വില ഒരു $100-120 കൂടിയാൽ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും എല്ലാം വില കൂടും. ചരിത്രം അറിയാവുന്നവർക്കറിയാം, 1970കളിൽ വലിയൊരു ഓയിൽ ഷോക്ക് ഉണ്ടായി. സത്യം പറഞ്ഞാൽ ഓയിൽ ഷോക്ക് ഇന്ത്യയിൽ ബാധിക്കാത്തതിന് ഒരു കാരണം ഇറാനാണ്. 1972 ഇന്ദിരാഗാന്ധി ഇറാനുമായി ഉണ്ടാക്കിയ ഒരു ഉടമ്പടിയുടെ പേരിൽ നമുക്ക് ഡോളർ കൊടുക്കാതെ ഇവിടുന്ന് അരിയും മറ്റു സാധനങ്ങളും കയറ്റി കൊടുത്തു. അതേ വിലയിൽ തന്നെ നമുക്ക് ക്രൂഡ് ഓയിൽ ഇറാൻ നൽകിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മറ്റ് രാജ്യങ്ങളെപ്പോലെ, ഫിലിപ്പീൻസ്, ബ്രസീല്, മറ്റു രാജ്യങ്ങളെപ്പോലെ നമ്മുടെ എക്സ്റ്റേണൽ ഡെറ്റ് കൂടാതിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻ്റർനാഷണൽ ഓയിൽ മാർക്കറ്റിൻ്റെ വില കൂടുന്നതനുസരിച്ചിട്ട് ഇന്ത്യയിലും കേരളത്തിലും എല്ലാം പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കൂടും. കാരണം ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ് വെച്ചിരിക്കുന്നത്. അതാകുമ്പോൾ 2-3 കാര്യങ്ങളാണ് ഇതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത്. ഒന്ന്, സാധനങ്ങളെല്ലാം വില കൂടും, ഒരു ഇൻഫ്ലേഷനറി ഇമ്പാക്റ്റ് വരും, കോസ്റ്റ് ഓഫ് ലിവിങ് കൂടും എല്ലാത്തിൻ്റെയും. രണ്ടാമത്തതെന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ ഇൻ്റർനാഷണൽ ലെവലിൽ ഡീവാലുവേഷൻ ഓഫ് കറൻസി, അതായത് ഇന്ന് തന്നെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ അത് 100-ലെത്തിയാൽ അത് നമ്മുടെ ബിസിനസ്സിനെയും മറ്റു പല കാര്യങ്ങളെയും ബാധിക്കും. കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ ഡോളർ അപ്രീഷിയേറ്റ് ചെയ്യും, മറ്റ് തദ്ദേശ സ്വരത്തെ പ്രത്യേകിച്ച് ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ കുറയുകയും ചെയ്താൽ അത് നമ്മുടെ ഇൻ്റർനാഷണൽ ബിസിനസ്സിനെ ബാധിക്കും. പിന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ വിമാന സർവീസ് ഓൾമോസ്റ്റ് ഒരു 1/3 ലോകത്തെ ഗ്ലോബൽ ഹബ്ബുകളിലൊന്നാണ് ദോഹയും അബുദാബിയും അതുപോലെ ദുബൈയും. അവിടെ വിമാനയാത്ര തടയുന്നതോടൊപ്പം 3 മേഖലകളിൽ അത് എല്ലായിടത്തും ബാധിക്കും. ഒന്ന്, ടൂറിസം, ഹോട്ടൽ ഇൻഡസ്ട്രി. രണ്ടാമത് അത് ബാധിക്കാൻ പോകുന്നത് റീറ്റെയിൽ കൺസ്യൂമർ സെക്ടറിനെ അത് ബാധിക്കും. മൂന്നാമത് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇൻസെക്യൂരിറ്റി കൂടുമ്പോൾ ആളുകൾ പെട്ടെന്ന് പൈസ സ്ഥിരമായിട്ട്
ഇങ്ങോട്ട് അയക്കുന്നത് കുറയും. എന്നുവെച്ചാൽ ഫോറിൻ റെമിറ്റൻസ് കുറയും. ഇതിൻ്റെയൊക്കെ ഫലം കേരളത്തിൽ വളരെ വ്യാപകമായിട്ടുണ്ടാകും. അതായത് ഈ യുദ്ധം ഒരു 10 ദിവസത്തിൽ കൂടിയാൽ വലിയ പ്രശ്നങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടാകും. നമ്മൾ കുവൈറ്റ് യുദ്ധ സമയത്ത് നമ്മൾ നേരിട്ട് അത് കണ്ടതാണ്. അപ്പോൾ അതൊക്കെയാണ് കേരളത്തിൽ നടക്കാൻ പോകുന്ന പ്രശ്നം. അതുപോലെ ഈ ഫോറിൻ റെമിറ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ റിയൽ എസ്റ്റേറ്റിനെ അത് നന്നായി ബാധിക്കും. അതായത് NRIs കുറച്ച്, ഞാൻ NRI ആയിരുന്നു 10-30 കൊല്ലം, എനിക്കറിയാം. NRIs കുറച്ച് വൾനറബിൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ ജോലിയെക്കുറിച്ചോ അവരുടെ സേവിങ്ങിനെ കുറിച്ചൊക്കെ ഉള്ള പ്രശ്നം ഉണ്ടായ റിയൽ എസ്റ്റേറ്റിലൊക്കെ, പ്രത്യേകിച്ച് ഫ്ലാറ്റുകൾ, അതിലുള്ള ഇൻവെസ്റ്റ്മെന്റും കുറയും. ഇങ്ങനെയൊക്കെയുള്ളതാണ് കേരളത്തിലുണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ. അത് ഇപ്പോഴല്ല, 10 ദിവസത്തിൽ കൂടുതൽ യുദ്ധം പിന്നെ നിലനിന്നാൽ. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ജോസ് പ്രദീപ്, ഗൾഫ് യുദ്ധം കേരളത്തിൻ്റെ ടൂറിസം മേഖലയെ ഏതൊക്കെ തരത്തിൽ നേരിട്ട് ബാധിക്കും? യുദ്ധം വന്നാൽ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് ടൂറിസത്തെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പൊ കേരളത്തിലുള്ള ടൂറിസ്റ്റുകൾ തന്നെ ഇവിടെ പെട്ടുപോയി എന്ന് പറയാം. കാരണം അവർക്ക് തിരിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരുപാട് പേരിവിടെ വെയിറ്റിങ്ങിലാണ്. കാരണം എടുത്ത ടിക്കറ്റ് ക്യാൻസൽ ചെയ്താൽ ഇനി പൈസ കിട്ടിയിട്ട് വേണം അവർക്ക് വേറെ റൂട്ട് എടുത്ത് പോകാനായിട്ടും. പിന്നെ അതുപോലെ ഇവിടുന്ന് പോയ ആളുകൾ ഗൾഫിൽ പെട്ടുകിടക്കുന്ന ഒരുപാട് പേരുണ്ട്, അവർക്കും ബുദ്ധിമുട്ടായി. പിന്നെ ഈ ഇൻബൗണ്ട് ടൂറിസം ഇപ്പോൾ തീരുന്നൊരു സമയമാണ്. പക്ഷെ അറബ് ടൂറിസം തുടങ്ങേണ്ട സമയമാണ് ഇപ്പോൾ. അത് മിക്കവാറും ഇപ്രാവശ്യം കിട്ടില്ല. യുദ്ധം കാരണം മിക്കവാറും അറബ് ടൂറിസം, ഈ GCC കൺട്രീസ് എന്നുള്ള ടൂറിസം സ്റ്റോപ്പ് ആവും. അത് നമ്മുടെ ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും ടൂറിസത്തിന്. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ബിഗ് ഇഷ്യൂ നൗ. ഇപ്പൊ തന്നെ ഹോട്ടൽസിലെല്ലാം കണ്ടമാനം ക്യാൻസലേഷൻ ആയി തുടങ്ങി. ഇത് എവിടെ ചെന്ന ഇത് നേരത്തെ മുമ്പ് സംസാരിച്ച അദ്ദേഹം പറഞ്ഞ പോലെ ഇത് 10 ദിവസത്തിൽ കൂടുതൽ 20 ദിവസത്തിൽ കൂടുതൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ടൂറിസത്തെ വല്ലാതെ അഫക്ട് ചെയ്യും. പിന്നെ ഗ്യാസ് പ്രൈസ് ഈസ് ഗോയിങ് ടു ഇൻക്രീസ്. അത് ടൂറിസം റെസ്റ്റോറൻറ്റ്സ്, ഹോട്ടൽസിനെ വല്ലാതെ ബാധിക്കും ഈ പ്രൈസ് ഇങ്ങനെ കൂടുന്നത്. പിന്നെ ഇത് വേറൊരു ഇഷ്യൂ ഉള്ളത്, ഇപ്പോൾ ഈ ഗോവ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം ഇവരുടെ ചാർട്ടേഡ് ഫ്ലൈറ്റ്സ് വരേണ്ട സമയങ്ങളാണ് ഇപ്പോൾ. അതെല്ലാം സ്റ്റോപ്പായി. ഇപ്പം ചാർട്ടേഡ് ഫ്ലൈറ്റ്സ് എല്ലാം സ്റ്റോപ്പായി. കേരള ട്രാവൽ മാർട്ടൊക്കെ പോലുള്ള ഇവന്റുകളെ ഈ യുദ്ധം എങ്ങനെയാണ് പ്രതികൂലമായി ബാധിക്കാൻ പോകുന്നത്? ഇല്ല, ഞങ്ങളുടെ ഇവന്റിന് സെപ്റ്റംബറിലാണ്, അതിന് സമയമുണ്ട് ഇഷ്ടം പോലെ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കേരള ട്രാവൽ മാർട്ടിനെ ഇത് ബാധിക്കില്ല. പക്ഷെ യുദ്ധം സെപ്റ്റംബർ വരെ ഒന്നും നീളില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. അതുകൊണ്ട് അതിനെ ബാധിക്കില്ല. പക്ഷെ ടൂറിസത്തെ ശരിക്കും ബാധിക്കും ഇത്. അതുപോലെ തന്നെ മെഡിക്കൽ ടൂറിസം, നേരത്തെ ബുക്ക് ചെയ്ത് വരുന്ന ആയുർവേദ ചികിത്സയ്ക്ക് ഞാൻ പറഞ്ഞത്, അറബ് ടൂറിസം അവര് മെയിൻലി ആയുർവേദത്തിനാണ് വരുന്നത്. അവര് ഈ ഏപ്രിൽ 1 മുതൽ അവരുടെ സീസൺ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ ഈ 4 മാസമാണ് അവരുടെ സീസൺ. ആയുർവേദം എന്ന് മാത്രമല്ല, എല്ലാ മേഖലകളും ഇത് അഫക്ട് ചെയ്യും. ഹൗസ് ബോട്ട്സ് ഏറ്റവും കൂടുതൽ അറബ്സ് യൂസ് ചെയ്യുന്ന ഹൗസ് ബോട്ട്സ് ആണ്. പിന്നെ അവര് മൂന്നാറില് പോയി അവിടുത്തെ തണുപ്പ് അനുഭവിക്കാൻ വരുന്നവര്, അങ്ങനെയുള്ളവര് ആരും ഇനി വരാണ്ടാവും. പിന്നെ സൗത്ത് ആഫ്രിക്കൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമാണ് ഇപ്പം. സൗത്ത് ആഫ്രിക്ക അവരെല്ലാം വരുന്നത് ഗൾഫിൽ കൂടെയാണ് അവർ ഇങ്ങോട്ട് വരുന്നത്. അതെല്ലാം സ്റ്റോപ്പ് ആവും. ശരി, താങ്കളിലേക്ക് മടങ്ങി വരാം. ശരി, പ്രൊഫസർ ജോസഫ് ആന്റണി, ഈ കുവൈറ്റ് യുദ്ധകാലത്തെ പോലെയോ കോവിഡ് കാലത്തെ പോലെയോ അല്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യമുള്ളത്. വിദേശ രാജ്യങ്ങളിൽ സ്വദേശിവൽക്കരണം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ ഒരു യുദ്ധം കൂടി വന്നാൽ നാട്ടിൽ നിന്ന് മടങ്ങുന്നവർക്ക് എന്ത് പ്രതീക്ഷയാണുള്ളത്? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ലോക ജനതയുടെ മുകളിൽ ട്രംപ് അടിച്ചേൽപ്പിച്ച യുദ്ധമാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ആ യുദ്ധം അടിച്ചേൽപ്പിച്ചു എന്ന് മാത്രമല്ല, നമ്മളൊരു ആഗോളവൽകൃത സമൂഹത്തിൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുണ്ടാകുന്ന ചലനങ്ങളും ലോകത്തെ എല്ലാ ജനങ്ങളെയും ബാധിക്കും. നമുക്ക് അറിയാം, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ ഈ സ്വർണത്തിന് ഒരു പവന് ഏതാണ്ട് 70,000 അടുത്ത വിലയുണ്ടായിരുന്നു. ഇന്ന്
1,25,000 രൂപയാണ് വില. അതിന് വാസ്തവത്തിൽ ഒരാളുടെ നയങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമെങ്കിൽ അത് ട്രംപാണ്. കാരണം അദ്ദേഹത്തിന്റെ ഈ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ട്രാൻസാക്ഷണലിസ്റ്റ് ആയിട്ടുള്ള നയങ്ങൾ, ലോക രാജ്യങ്ങളുടെ മുകളിൽ അദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിലും ആക്രമണം നടത്താനുള്ള ടെൻഡൻസി, പ്രഖ്യാപനങ്ങൾ, ഇതെല്ലാം കൂടെ ചേർന്നാണ് വാസ്തവത്തിൽ ലോകത്തെ ഈ പരുവത്തിലെത്തിയിരിക്കുന്നത്. എന്ന് മാത്രമല്ല, നമ്മുടെ ഈ ലോകം നമുക്കെല്ലാവർക്കും അറിയാം, ഈ നാഷണൽ പൊളിറ്റിക്സും ഇന്റർനാഷണൽ പൊളിറ്റിക്സും തമ്മിലുള്ള ഒരു വ്യത്യാസം. ഈ നാഷണൽ പൊളിറ്റിക്സിലെ ഒരു ഭരണകൂടമുണ്ട്, ഒരു നിയമമുണ്ട്, ഭരണാധികാരികളുണ്ട്, പോലീസും പട്ടാളവും എല്ലാം ഉണ്ട്. കാര്യങ്ങൾ സമഗ്രമായി നിയന്ത്രിക്കാനും ചിട്ടപ്പെടുത്താനും ഒക്കെ അവർക്ക് കഴിയും. അപ്പൊ അതിനനുസരിച്ച് റൂൾ അനുസരിച്ച് കാര്യങ്ങൾ നടക്കും. അന്തർദേശീയ രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത, ലോകം ഒരു കോൺസെൻസസിലാണ് പോകുന്നത്. അതായത് നിങ്ങൾ എൻ്റെ പരമാധികാരം അംഗീകരിക്കും, ഞാൻ നിങ്ങളുടെ പരമാധികാരം അംഗീകരിക്കും. എൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടില്ല, നിങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഞാൻ ഇടപെടില്ല. ഇതിനെയാണ് നമ്മൾ റൂൾസ് ബേസ്ഡ് വേൾഡ് ഓർഡർ എന്ന് പറയുന്നത്, ചട്ടപ്രകാരമുള്ള ലോകക്രമം. ഈ ചട്ടപ്രകാരമുള്ള ലോകക്രമം നമ്മൾ ഒരു പാലിച്ചു പോകുന്നത് കൊണ്ടാണ് ലോകത്തിലെ വലിയ രാജ്യങ്ങളോടൊപ്പം, അതായത് അമേരിക്ക പോലെ, ചൈന പോലെ വലിയ സാമ്പത്തിക ശക്തിയുള്ള, സൈനിക ശക്തിയുള്ള രാജ്യങ്ങളോടൊപ്പം ഈ 10,000-വും അല്ലെ 50,000-വും മാത്രം ജനസംഖ്യയുള്ള ചെറിയ രാജ്യങ്ങൾ, സൈനിക ശേഷി പോലും ഇല്ലാത്ത ചെറിയ രാജ്യങ്ങളും സമാധാനപരമായിട്ട് കഴിഞ്ഞു പോകുന്നത് ഈ ചട്ടപ്രകാരമുള്ള ലോകക്രമം നിലനിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. എന്നാൽ ട്രംപ് വന്നതിന് ശേഷം നമ്മൾ കാണുന്നത് എന്താണ്? വളരെ അപകടകരമായ നയങ്ങളാണ് അദ്ദേഹം തുടങ്ങുന്നത്. നമ്മൾ നോക്കൂ, 2020 2ാം തവണ അദ്ദേഹം പ്രസിഡന്റായിട്ട് അധികാരത്തിൽ വന്നു. അദ്ദേഹം ചെയ്ത കാര്യം എന്താണ്? ആദ്യം ചെയ്തത് ലോക സമ്പദ് വ്യവസ്ഥയെ ആകെ അങ്ങ് തകിടം മറിച്ചു. ലോകത്തെ പെൻഗിൻ പക്ഷികൾ ജീവിക്കുന്ന ദ്വീപിൽ പോലും അദ്ദേഹം താരിഫ് ഏർപ്പെടുത്തി, ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തി, ലോകത്തൊട്ടാകെ ചുങ്കം ഏർപ്പെടുത്തി. അതിന്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും ഇപ്പോഴും ലോകരാജ്യങ്ങൾ കര കയറിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം. 2025 ഈ സാമ്പത്തികമായിട്ട് ആഗോള സമ്പദ് വ്യവസ്ഥയെ അദ്ദേഹം അട്ടിമറിച്ചെങ്കിൽ 2026 എന്താ തുടങ്ങിയത്? അദ്ദേഹം 2026 ലോക രാഷ്ട്രീയത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമാണെന്ന് പറയുന്നത്. നമുക്ക് നവവത്സര സമ്മാനമായിട്ട് ട്രംപ് തന്നതെന്താ? ജനുവരി മാസം 3-ാം തീയതി ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തെ പ്രസിഡന്റിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അവിടുത്തെ പട്ടാളം അറസ്റ്റ് ചെയ്ത് അദ്ദേഹം വീട്ടിൽ കൊണ്ടുപോകും. ജനുവരി മാസം അതാ ചെയ്തത്. ഫെബ്രുവരി മാസം എന്താ ചെയ്തത്? ഫെബ്രുവരി മാസം 28-ാം തീയതി പിന്നെ ഈ ആണവ കരാർ എന്നുള്ളതിന്റെ ആണവ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നു എന്ന് പറഞ്ഞവരിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കെ ചർച്ച ഏതാണ്ട് ഒരു തീരുമാനത്തിലെത്തി. 26-ാം തീയതി തീരുമാനത്തിലെത്തി. 27-ാം തീയതി ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയിരുന്ന ഒമാൻ വിദേശകാര്യമന്ത്രി അൽബു സൈദി ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഇതാ ഇറാൻ 3 കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു. എന്തൊക്കെയാ 3 കാര്യങ്ങൾ? അവർ പറഞ്ഞു, ഞങ്ങളുടെ പദ്ധതിയിൽ ആണവായുധം ഉണ്ടാക്കൽ ഞങ്ങളുടെ പദ്ധതിയല്ല, ഞങ്ങൾ ആണവായുധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശേഖരങ്ങൾ നടത്താറില്ല. എന്ന് മാത്രമല്ല, ഞങ്ങൾ എൻറിച്ച് ചെയ്ത യുറേനിയം 3 എന്ന് പറയുന്ന ഡിഗ്രിയിലേക്ക് കൊണ്ടുവരുന്നു. 4, ഞങ്ങൾ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ എല്ലാ ഇൻസ്പെക്ടർമാരെ ഞങ്ങളുടെ എല്ലാ കേന്ദ്രങ്ങളിലേക്ക് പ്രവേശിക്കാൻ അനുവാദം നൽകി. ഇതിനേക്കാൾ എന്താ വേണ്ടത്? അൽബു സൈദ് പറഞ്ഞു ലോകത്തോട്, ഇതാ നമുക്ക് ഏറ്റവും ഒരു ഉചിതമായ ഒരു കരാറിലെത്താനുള്ള എഗ്രിമെന്റ് ഇറാൻ നടത്തിയിരിക്കുന്നു എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ് 27-ാം തീയതി വാർത്ത വന്നപ്പോൾ 28-ാം തീയതി നടന്നെന്താ? ഈ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് പിന്നെ ഇറാനെ ആക്രമിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ആലോചിക്കേണ്ട കാര്യം, നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തർക്കങ്ങളുണ്ട്. എത്രയോ തവണ പാകിസ്ഥാൻ നമ്മുടെ രാജ്യത്ത് ഈ ഭീകരന്മാരെ അയച്ച് ആക്രമണം നടത്തിയിരിക്കുന്നു. നമുക്ക് ഭയങ്കരമായ ശത്രുതയുള്ള രാജ്യമാണ്. അതുകൊണ്ട് നമ്മൾ പിന്നെ ഇന്ത്യയിലെ പട്ടാളത്തെ അയച്ച് പിന്നെ നവാസ് ഷെരീഫിനെയോ ഷാബാസ് ഷെരീഫിനെയോ ഇമ്രാൻഖാനെയോ ഒക്കെ കൊന്നുകളയാം എന്ന് തീരുമാനിക്കുക. ഇപ്പൊ നടന്നു വരുന്ന രാഷ്ട്രീയം എന്താണ്? വാർ ബൈ ഡീകാപ്പിറ്റേഷൻ എന്ന് നമുക്ക് പറയാം. എന്ന് പറഞ്ഞാൽ നമുക്ക് ശത്രുവായിട്ടൊരു രാജ്യമുണ്ടെങ്കിൽ ഒന്നുകിൽ ആ രാജ്യത്തിന്റെ ഭരണാധികാരികളെ കൊല്ലുക, ബോംബ് ചെയ്തോ, രഹസ്യ പിന്നെ ഭീകരന്മാരെ വിട്ടോ കൊല്ലുക, അങ്ങനെയുള്ള തരത്തിൽ പിന്നെ ഒരു രാഷ്ട്രീയം തുടങ്ങുക. അതല്ലെങ്കിൽ ഭരണകൂടം മാറ്റം നടത്തുക. ഒരു രാജ്യത്തിന് ആഭ്യന്തര പ്രശ്നം ഉണ്ടെങ്കിൽ ആ ആഭ്യന്തര പ്രശ്നം മാറ്റുന്നത് എങ്ങനെയാ? ആ രാജ്യത്തെ ജനങ്ങളാ. ഏത് രാജ്യത്താണ് പിന്നെ സമരവും പിന്നെ പ്രക്ഷോഭങ്ങളും ഒക്കെ ഇല്ലാത്തത്? എല്ലാ രാജ്യങ്ങളും ഉണ്ട്. ജനാധിപത്യ സമൂഹങ്ങളിലെല്ലാം ഉണ്ട്, ഏകാധിപത്യ സമൂഹങ്ങളിലും ഉണ്ട്. അപ്പൊ അങ്ങനെ, അതായത് നമുക്ക് എനിക്കിഷ്ടമില്ല, എന്റെ പിന്നെ സ്കീമിനനുസരിച്ച് പ്രവർത്തിക്കുന്ന രാജ്യമല്ല നിങ്ങൾ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ഭരണാധികാരിയെ, നിങ്ങളുടെ മന്ത്രിമാരെ, നിങ്ങളുടെ ശാസ്ത്രജ്ഞന്മാരെ എല്ലാം കൊല്ലുക. അങ്ങനെ ഒരു രാഷ്ട്രീയം ഉണ്ടോ? അങ്ങനെ രാഷ്ട്രീയം ഉണ്ടെങ്കിൽ എങ്ങനെ പോകും? അങ്ങനെ രാഷ്ട്രീയം ഒരു രാജ്യത്തിനുണ്ടാവുകയും ആ രാഷ്ട്രീയത്തെ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സൈനിക ശക്തി പിന്തുടരുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ എവിടെ ചെന്ന് നിൽക്കും ലോകസമാധാനം? ലോകത്തിന്റെ ജീവിതം അവിടെ നിൽക്കും. ഇക്കാര്യത്തിൽ മറ്റ് ലോക രാഷ്ട്രങ്ങൾ എന്തുകൊണ്ടാണ് അമേരിക്കയോട് പ്രതികരിക്കാത്തത്? WTO പോലുള്ള സംഘടനകൾ ഇപ്പോൾ പ്രസക്തമല്ല എങ്കിൽ പോലും മറ്റ് ലോകരാഷ്ട്രങ്ങൾ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്കെല്ലാവർക്കും അറിയാം,
താങ്കൾ സൂചിപ്പിച്ച പോലെ ഐക്യരാഷ്ട്ര സംഘടന എന്നൊരു സംഘടനയുണ്ട്. ശ്രീ JS അടൂരിനൊക്കെ അറിയാം. അദ്ദേഹം ഒരുപാട് നാള് UNO ആയിട്ടൊക്കെ സഹകരിച്ചു നിന്ന് മരിച്ച വ്യക്തിയാണ് അദ്ദേഹം. പിന്നെ ഐക്യരാഷ്ട്ര സംഘടന ഉണ്ടോ ഇപ്പോൾ? ആരാ ഐക്യരാഷ്ട്ര സംഘടന ഉണ്ടാക്കിയത്? ഐക്യരാഷ്ട്ര സംഘടന ഉണ്ടാക്കിയത് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളുമാണ്. ഐക്യരാഷ്ട്ര സംഘടന, അതായത് ലിബറൽ വേൾഡ് ഓർഡർ എന്ന് പറയുന്ന ഉദാര ലോകക്രമത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ പ്രധാനപ്പെട്ട സംഘടനയാണ് UNO. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, WTO പോലെയുള്ള ഓർഗനൈസേഷൻസ്, ഇതെല്ലാം ഇതിന്റെ തുടർച്ചയായിട്ടുണ്ടായ സംഘടനകളാണ്. ഇവയെല്ലാം ഈ ഉദാരവാദ ലോകക്രമത്തിന് നേതൃത്വം നൽകുന്ന അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് ഗുണകരമല്ല എന്ന് തോന്നിയപ്പോൾ UNO കൊന്നു. WTOയ്ക്ക് അതിന്റെ ട്രിബ്യൂണൽ കേസുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ജഡ്ജസിനെ നിയമിക്കുന്ന ഉത്തരവാദിത്തം അമേരിക്കയാണ്. അമേരിക്ക അത് നിർവഹിക്കുന്നില്ല. WHO ഇന്ന് അവർ പിന്മാറി. 66 ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ താൻ പിന്മാറി. അതൊരു ഘട്ടം, അതോടെ നിൽക്കട്ടെ. എന്ന് പറഞ്ഞാൽ ഈ ചട്ടപ്രകാരമുള്ള ലോക്രമം നിലവിൽ നിലനിൽക്കുന്നില്ല. ഇപ്പൊ അമേരിക്കയുടെ ഇഷ്ടപ്രകാരമുള്ള ലോക്രമമാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ റൂൾസ് ബേസ്ഡ് വേൾഡ് ഓർഡറിന് പകരം ഫോഴ്സ് ബേസ്ഡ് വേൾഡ് ഓർഡർ, അതായത് ബലത്തിന്റെ മൈറ്റീസ് റൈറ്റ് എന്ന് പറയുന്ന ലോക്രമാണ് നിൽക്കുന്നത്. അതൊന്ന്. പിന്നെ ആരാ പ്രതികരിക്കാത്തത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ത്യയുടെ കാര്യം ഞാൻ പറയാം ഒരു ഉദാഹരണത്തിന്. നിരന്തരമായിട്ട് നമ്മൾ പറയുന്നതാണ്, നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത് പിന്നെ മൂന്നാം ലോകം എന്ന് പറയുന്ന ഗ്ലോബൽ സൗത്തിന്റെ നേതാവാണ്. ഗ്ലോബൽ സൗത്തിലെ പ്രധാനപ്പെട്ട ഒരു ഓർഗനൈസേഷനാണ് ബ്രിക്സ്. റൈറ്റ്? ബ്രിക്സിലെ അംഗമാണ് ഇറാൻ. റൈറ്റ്? ബ്രിക്സിന് നേതൃത്വം നൽകുന്ന, അല്ലെങ്കിൽ നമ്മൾ ഗ്ലോബൽ സൗത്തിന് നേതൃത്വം നൽകുന്ന ഒരു ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭരണാധികാരികളെയും മന്ത്രിമാരെയും ഒക്കെ കൊന്നിട്ട് നമ്മൾ പ്രതികരിച്ചു. ബ്രിക്സിലെ അംഗമാണ്. അതായത് നമ്മൾ നേതൃത്വം നൽകുന്ന പ്രധാനപ്പെട്ട ഒരു ആഗോള സംഘടനയിൽ അംഗമായ ബ്രിക്സിലെ അംഗമായ അത് രാഷ്ട്രത്തിന്റെ പരമോന്നത നേതാവിനെ, പ്രതിരോധ മന്ത്രിയെ, മന്ത്രിമാരെ, സൈനിക നേതാക്കന്മാരെ ഒക്കെ കൊന്നിട്ട് നമ്മൾ എന്ത് പറഞ്ഞു? നമ്മൾ പറഞ്ഞു നിങ്ങളുടെ പ്രശ്നത്തിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട് എന്ന് പറഞ്ഞു. ഇത് ദുഃഖത്തിന് കാരണക്കാരനായ അമേരിക്ക. നിങ്ങൾ ചെയ്തത് ശരിയല്ല എന്ന് പറയണ്ടേ നമ്മൾ വാസ്തവത്തിൽ? വെനസ്വേലയിലെ പ്രസിഡന്റിനെ ഭാര്യയും പിടിച്ചുകൊണ്ടുപോയി. നമ്മൾ പറഞ്ഞെന്താ? നമ്മൾ ജനങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞാൽ ആരാ ജനങ്ങളോടൊപ്പം ഈ പ്രശ്നം ഉണ്ടാക്കുന്ന കാരണക്കാരൻ? അമേരിക്കയാണ്. നിങ്ങൾ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയും അവിടെ കയറി നിയമവിരുദ്ധമായി പിടിച്ചുകൊണ്ടുപോയി തെറ്റാണെന്ന് പറയണ്ടേ? ഇത് പറയാൻ ആർജവം നമുക്കുണ്ടോ? ഇന്ത്യക്കില്ല. പിന്നെ വേറെ ലോകരാജ്യങ്ങൾക്കുണ്ടോ? യൂറോപ്യൻ രാജ്യങ്ങൾക്കുണ്ടോ? യൂറോപ്യൻ രാജ്യങ്ങൾക്കില്ല. മറ്റു രാജ്യങ്ങളുടെ വ്യത്യസ്തമല്ല അമേരിക്കയോട്. ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ ലോക രാജ്യങ്ങളും അവരവരുടെ സ്വന്തം താല്പര്യങ്ങൾ മാത്രം നോക്കുകയും പറച്ചിലിൽ ലോകക്രമം, സമാധാനം എന്നൊക്കെ പറയുകയും കാര്യം വരുമ്പോൾ നമ്മളാരും മിണ്ടാതിരിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക്. അതെന്ന് പറഞ്ഞാൽ മൈറ്റ് ഈസ് റൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റ വാചകത്തിന്റെ സംസാരം അവസാനിപ്പിക്കാം. മൈറ്റ് ഈസ് റൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഹോബ്സ് എന്ന് പറയുന്ന ചിന്തകനുണ്ട്. അദ്ദേഹത്തിന്റെ ഈ സോഷ്യൽ കോൺട്രാക്ട് തിയറിക്ക് മുമ്പ് സമൂഹം അരാജകാവസ്ഥയിൽ ജീവിച്ചിരുന്നു. അതിനെ ഹോബ്സിയൻ വേൾഡ് എന്നാണ് പറയുന്നത്. അതായത് മൈറ്റ് ഈസ് റൈറ്റ്. ഈ കയ്യു കൊള്ളവൻ കാര്യക്കാരൻ എന്ന് മലയാളത്തിൽ പറയുന്ന കണക്ക്. അതായത് ഇപ്പോ എനിക്ക് കരുത്തുണ്ട്, ഞാൻ തീരുമാനിക്കുന്നതാണ് ഇനിയുള്ള ലോകക്രമം. ആ ലോകക്രമത്തിന്റെ ഫലമായിട്ട് അങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം ഈ ലോകത്തെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഈ ട്രംപിന്റെ പശ്ചിമേഷ്യയിലെ കൂട്ടാളിയായിട്ടുള്ള ഇസ്രായേൽ നടത്തിയതിന്റെ ഫലമാണ് 30 ലക്ഷം മലയാളി കുടുംബങ്ങൾ, കേരളത്തിലെ കുടുംബങ്ങളുടെ ഓരോ വീടുകളിലും ഇന്ന് അശാന്തിയും സംഘർഷവും ഉത്കണ്ഠയും നിറയുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി ട്രംപും അതിന്റെ കൂട്ടാളി അത് ബെഞ്ചമിൻ നെതന്യാഹുവാണ്. ശരി, വ്യക്തമാണ്. താങ്കളിലേക്ക് മടങ്ങി വരാം. ഡോക്ടർ മേരി ജോർജ്, കേരളത്തിൻ്റെ GDPയുടെ 30% വരുന്നത് പ്രവാസികളുടെ വരുമാനമാണ്. ഈ വരുമാനം പെട്ടെന്ന് നിലച്ചാൽ സംസ്ഥാനത്തിൻ്റെ കടബാധ്യതയും ട്രഷറി നിയന്ത്രണങ്ങളും ഏത് തലത്തിലേക്ക് എത്തും? മിസ്റ്റർ ജെയിംസ്, അതായത് ഇന്ത്യയുടെ കേരളത്തിൻ്റെ GSDPയുടെ 32% വരെ റെമിറ്റൻസസ് ആയിരുന്ന സമയമുണ്ടായിരുന്നു. പക്ഷെ അത് കോവിഡ് കാലത്തോടുകൂടി 24% കുറഞ്ഞു. അതിനുശേഷം ഒരുപാട് പേര് പൂർണ്ണമായിട്ടും തിരിച്ചു വന്നു. കുറച്ച് പേർക്ക് പോകാൻ ഒത്തില്ല. അതൊക്കെ കാരണം കൊണ്ട് അത് 30% എത്തിയിട്ടില്ല, അതിൻ്റെ താഴെ നിൽക്കുകയാണ് ഇപ്പം. അത് എത്രയും ആകട്ടെ വലിയ ഒരു കോൺട്രിബ്യൂഷൻ, സംഭാവന തന്നെയാണ് ഈ NRIs ഇതിനോട്. അതിൽ ഇപ്പോൾ ഇവിടെ പറഞ്ഞു, അതായത് 30 ലക്ഷം എന്ന് 40 ലക്ഷം. അതായത് ശരിക്കും പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് 1 കോടിയോളം ഇന്ത്യക്കാര് ഗൾഫ് കൺട്രീസിലുണ്ട്. അതിൽ 45 ലക്ഷം എങ്കിലും മലയാളികളാണ് എന്നാണ്. അപ്പോൾ ഈ 45 ലക്ഷം മലയാളികളിൽ ഇവരൊക്കെ ജോലി ചെയ്യുന്ന, അതായത് IMFന്റെ തന്നെ ഒരു കണക്കുണ്ടായിരുന്നു. ആ കണക്കനുസരിച്ച് ആഗോള തലത്തിൽ മൈഗ്രൻസ് 22% ഇന്ത്യയിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ മൈഗ്രൻസ് ഉള്ളത് ഇന്ത്യയിൽ നിന്നാണ്, 22%.
ആ 22% മൈഗ്രൻസിൽ തന്നെ കേരളത്തിൽ നിന്നാണ് 19%, അതായത് 1-ാം സ്ഥാനത്ത്. 2-ാം സ്ഥാനത്തെ വരുന്നുള്ളൂ മഹാരാഷ്ട്ര. പക്ഷേ വരുമാനത്തിന്റെ കാര്യത്തിൽ മഹാരാഷ്ട്രയാണ് കേരളത്തെക്കാൾ ഒത്തിരി മുന്നിൽ നിൽക്കുന്നത്. കാരണം അതേ സമയത്ത് കേരളത്തിന്റെ വരുമാനം അത് ഇന്ത്യയുടെ ആകെ റെമിറ്റൻസസിന്റെ, കേരളത്തിലേക്കുള്ള റെമിറ്റൻസ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇന്ത്യയിലേക്കുള്ള റെമിറ്റൻസിന്റെ 10% നമ്മുടെ മലയാളീസിൻ്റെതായിട്ട് വരുന്നുള്ളൂ. അതിന്റെ കാരണം നമ്മൾ ഈ ഗൾഫിൽ ജോലിക്ക് പോയിരിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അവരിൽ അധികം പേരും വലിയ ഭാഗവും അൺസ്കിൽഡ് അല്ലെങ്കിൽ സെമി സ്കിൽഡ് സെക്ടറിൽ ജോലി ചെയ്യുന്നവരാണ്. മറിച്ച് മഹാരാഷ്ട്രയിൽ നിന്ന് പോയിട്ടുള്ളവരൊക്കെ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ളവരുമാണ്. അതാണ് ആ വരുമാനത്തിൽ വലിയ വ്യത്യാസം. അപ്പം കേരളത്തിൽ നിന്ന് അൺസ്കിൽഡ് ആൻഡ് സെമി സ്കിൽഡ് ആയിട്ടുള്ളവരാണ് ഗൾഫ് മേഖലയിലേക്ക് പോയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം ജീവനോപാധി തേടി പോയവരാണ്. അപ്പൊ അവരെ അവിടെ നിലനിൽക്കുക എന്നത് അവർക്കും അവരുടെ കുടുംബങ്ങൾക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ തന്നെ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ പോകുന്നവരൊക്കെ ഹൈലി സ്കിൽഡ് ആയിട്ട് ഉള്ള മേഖലയിലേക്കാണ് പോകുന്നത്. ഈ കഴിഞ്ഞ ജനറേഷനിൽ പെട്ടവരൊക്കെയാണ് സെമി സ്കിൽഡും അൺസ്കിൽഡും ആയിട്ടൊക്കെ പോയിരുന്നവർ. ഇപ്പൊ രണ്ടായാലും വലിയ തോതിൽ നമ്മുടെ വരുമാനത്തെ അത് ബാധിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പിന്നെ അതുപോലെ നേരത്തെ ജയസ് അടൂര് പറഞ്ഞതുപോലെ തന്നെ, അതായത് ഈ ഹോർമൂസ് കടലിടുക്ക്, അദ്ദേഹം അത് പറഞ്ഞില്ല, ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുന്ന ഒരു സാഹചര്യം പോലെ ഇപ്പോൾ നിലനിൽക്കുകയാണ്. അപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യക്ക് ആവശ്യമുള്ള ഇന്ധനത്തിന്റെ 80% നമ്മൾ വിദേശത്ത് നിന്ന് കൊണ്ടുവരികയാണ്. അപ്പൊ ആ ഇന്ധനം കടന്നു വരുന്ന വഴിയാണ് ഈ ഹോർമൂസ് കടലിടുക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുക, അതുപോലെ ഇപ്പോൾ തന്നെ $80 കൂടിയിട്ടുണ്ട് അന്താരാഷ്ട്ര വിലയില് ഇന്ധനത്തിന്റെ വില. അപ്പൊ അത് ഇന്ത്യയിലേക്ക് വരുന്ന ആ മാർഗം പോലും അടയും. അപ്പൊ നമ്മൾ വീണ്ടും റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങും. അങ്ങനെ പല തരത്തിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. എന്താണെങ്കിലും സംഭവിക്കാൻ പോകുന്നത് വലിയ തോതില് ഇന്ധനവില വർദ്ധിക്കുക. ഇന്ധനവില ഇന്ത്യക്ക് മാത്രമായും വർദ്ധിക്കും. അങ്ങനെ വർദ്ധിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണ് നമുക്കറിയാം. ഈ കഴിഞ്ഞ ഒക്ടോബർ വരെയുള്ള പാദത്തിൽ ഓൾ ഇന്ത്യ തലത്തിലെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് 0.25 ആയിരുന്ന സമയത്ത് പോലും കേരളത്തില് 8.56% കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. അതായത് പല സംസ്ഥാനങ്ങളിലും നെഗറ്റീവ് ആയിരുന്നു കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. ഓൾ ഇന്ത്യ തലത്തിൽ 0.25 ആയിരുന്നു. അപ്പോഴാണ് കേരളത്തില് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് 8.56 ആയിരുന്നത്. ഇപ്പൊ അത് അല്പം താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു 7 സംതിങ്ങിലേക്ക്. പക്ഷേ ഇപ്പൊ വീണ്ടും അത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് വളരെ മുകളിലേക്ക് പോകും. എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരുടെയും അനുദിന ജീവിതത്തെ, നമ്മുടെ ഭക്ഷണത്തെ, എല്ലാ പർച്ചേസസിനെയും ഈ ഗൾഫ് യുദ്ധം ബാധിക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല. പക്ഷെ എനിക്ക് അതായത് ട്രംപ് വന്ന നാള് മുതൽ ലോകത്തിന്റെ മുഴുവൻ തലവിധി മാറ്റിമറിക്കത്തക്ക രീതിയിലുള്ള ഏകാധിപത്യ സ്വഭാവമുള്ള നയങ്ങളാണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ മിസ്റ്റർ ജോസഫ് ആന്റണി അതേപറ്റി വളരെ ദീർഘമായിട്ട് സംസാരിച്ചു. പക്ഷേ എനിക്ക് ഒരു ചെറിയ സംശയം മാത്രം ജോസഫ് ആന്റണി പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുണ്ട്. അതായത് 2015 ഈ യുറേനിയം സമ്പുഷ്ടീകരണവുമായിട്ട് വലിയ ചർച്ച ഇറാനെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തിയിരുന്നു. ആ സമയത്ത് അവരുടെ യുറേനിയം സമ്പുഷ്ടീകരണം 5% നിർത്തുമെന്ന് അവർ പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ 60% യുറേനിയം സമ്പുഷ്ടീകരണം അതായത് ഇറാനിലെ ഷിയ മുസ്ലിംസ് ആണ് ലോകത്ത് മുഴുവനും തന്നെ ടെററിസം പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ഷിയാസ്. അപ്പൊ ഇറാൻ ഒരു പക്ഷേ ആ തരത്തിൽ തന്നെ മുൻപോട്ട് പോയി യുറേനിയം സമ്പുഷ്ടീകരണം നടത്തിയാല് അത് ഇസ്രായേലിന് വലിയ പ്രശ്നമായി കൂടുന്നില്ല. അതുപോലെ അമേരിക്കയ്ക്ക്, അതുപോലെ ഏത് രാജ്യത്തിനും മാഡം ഇപ്പൊ അറിയാത്ത കാര്യത്തിൽ അഭിപ്രായം പറയുന്നത്. മാഡം അറിയാത്ത കാര്യത്തിലാണ് അഭിപ്രായം പറയുന്നത്. അതെ ഞാൻ പറയാം ഒന്ന് നിർത്തിയാൽ ഞാൻ പറയാം. ഈ അതായത് നമ്മൾ തെറ്റ് വെറുതെ പറഞ്ഞ ആൾക്കാർ, അതായത് മാഡം പറഞ്ഞ അല്ല ഇത് പറഞ്ഞു പോകാൻ പറഞ്ഞ അപകടമായി പറയുന്നത്. മാഡം ഇപ്പോൾ അപകടമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം. 2015 ഒബാമ പ്രസിഡന്റ് ആയിരിക്കും. ഞാൻ പറഞ്ഞിരിക്കട്ടെ, ഞാനിത് തിരുത്തണം, മാഡത്തെ തിരുത്തണം, അല്ലെങ്കിൽ അപകടമാണ്.
ഞാൻ പറയട്ടെ മാഡം, ഈ ഞാൻ പറഞ്ഞ അല്ല, ഞാൻ പറയട്ടെ മാഡം, ഒന്ന് നിർത്തൂ പ്ലീസ്. 2015 ഒബാമ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഇറാനും പാശ്ചാത്യ രാജ്യങ്ങളും അമേരിക്കയും ചേർന്ന് കരാറിൽ ഒപ്പിട്ടു, ന്യൂക്ലിയർ കരാർ. ആ കരാറിൽ എത്തിച്ചേർന്ന എത്ര നാളത്തെ ചർച്ചയുടെ ഫലമായിട്ടാണെന്ന് അറിയാമോ? 2.5 വർഷത്തെ ചർച്ചയുടെ നിരന്തരമായ ചർച്ചയുടെ ഫലമായിട്ടാണ് 2015 ഏപ്രിൽ മാസം ഇറാൻ ആണവ കരാർ ഒപ്പിട്ടത്. എന്താണ് അതിന്റെ കരാർ? 5 അല്ല 3%. 3% മാത്രമേ ഞങ്ങൾ എൻറിച്ച്ഡ് യുറേനിയം നടത്തൂ എന്നാ പറഞ്ഞത്. കരാറിൽ ഒപ്പിട്ടു, ഉപരോധങ്ങൾ ഒബാമ നീക്കി, യാതൊരു കുഴപ്പമില്ലാതെ ഇൻസ്പെക്ടർമാര് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. 2018 വരെ യാതൊരു കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. 2018 എന്ത് സംഭവിച്ചു? 2017 ട്രംപ് അധികാരത്തിൽ വന്നു. ഇസ്രായേലിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് ട്രംപ് അതിനകത്തുനിന്ന് കരാറിൽ നിന്ന് പിന്മാറി അവർക്കെതിരായിട്ടുള്ള ഉപരോധം ഏർപ്പെടുത്തിയതിനു ശേഷമാണ്, അതായത് ഒരു കരാറിൽ അംഗീകരിച്ച് വന്നതിന് ശേഷം ആ കരാറിൽ നിന്ന് അമേരിക്ക, പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം പറഞ്ഞു നിങ്ങൾ പിന്മാറരുത്, യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം പറഞ്ഞു താങ്കൾ പിന്മാറരുത് എന്ന് സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടും ഇസ്രായേലിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് മാത്രം ട്രംപ് അതിനകത്ത് നിന്ന് പിന്മാറി. ട്രംപ് അതിനകത്ത് നിന്ന് പിന്മാറിയാൽ പിന്നെ ആ ഒബ്ലിഗേഷൻ പാലിക്കേണ്ട കാര്യം ഒരു രാജ്യത്തിനുണ്ടോ? മാഡത്തിന് അറിയാമല്ലോ, ഒരു കോൺട്രാക്റ്റിൽ നിന്ന് വേറൊരു കക്ഷി പിന്മാറിയാൽ, ഏകപക്ഷീയമായി പിന്മാറിയാൽ ആ കോൺട്രാക്ച്വൽ ഓബ്ലിഗേഷൻ ഉണ്ടോ മറ്റു രാജ്യത്തിന്? അതുകൊണ്ടാണ് സംഭവിച്ചത്. എന്ന് മാത്രമല്ല, ഈ ഷിയാകൾ ഭീകര പ്രവർത്തനം നടത്തുകയാണ് എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത്? എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ഒരു സമൂഹത്തെ മുഴുക്കെ ഷിയ വിഭാഗം എന്ന് പറഞ്ഞാൽ എല്ലാം ഭീകരവാദികളാണെന്ന് പറഞ്ഞാൽ എന്തൊരു അപകടകരമായ, താങ്കളെപ്പോലൊരു പ്രൊഫസർ പറയാൻ പറ്റുന്ന ഒരു അഭിപ്രായമാണ് ഇപ്പൊ പറഞ്ഞത്. അത് വളരെ അപകടകരമാണ്, വളരെ അപകടകരമാണ്. ആ പറഞ്ഞത് അങ്ങനെയാ പറഞ്ഞത് മാഡം, അങ്ങനെ പറഞ്ഞ റെക്കോർഡ് കേട്ടു നോക്കൂ. വെരി ഡേഞ്ചറസ്. അടക്കമുള്ളവർ ഷിയയിൽപ്പെട്ടവരാണ്, അത്രേ ഉള്ളൂ. അത് ഞാൻ പറയുന്നതിന് അല്ല, ഇറാൻ ഷിയ ഭൂരിപക്ഷ പ്രദേശമാണ്, അക്കാര്യത്തിലൊന്നും സംശയമില്ല. പക്ഷെ ഷിയാകളെല്ലാം ടെററിസത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്ന താങ്കളെപ്പോലൊരു പ്രൊഫസർ പറയാൻ പാടില്ല, ഒരു രാഷ്ട്രീയക്കാരന് പറയാം, താങ്കൾ പറയാൻ പാടില്ല. ഞാൻ പൂർണ്ണമായിട്ട് പറഞ്ഞില്ലോ ജോസഫ് ആന്റണി, ഞാൻ പറഞ്ഞു വരുന്നതിന് മുമ്പ് അങ്ങനെ പറഞ്ഞുകൊണ്ട് വന്നത്. അതുകൊണ്ട് അങ്ങോട്ട് കൂടുതൽ പോകാതിരിക്കാനാണ് ഞാൻ ഡൗട്ട്. ഇല്ല, ഇപ്പൊ സമ്പുഷ്ടീകരണം 60% വരെ എത്തിയിട്ടുണ്ടെന്നുള്ളത് താങ്കൾ സമ്മതിക്കുന്നോ? അല്ല, അതിന്റെ വസ്തുത എന്തുകൊണ്ട് എത്തി? അവര് 3% നിന്നും 60%ത്തിലേക്ക് അവരെ എത്തിച്ചത് ട്രംപാണ്. അതും കൂടെ പറയൂ. അങ്ങനെയല്ലേ പറയുന്നത്? ട്രംപ് 2ാം ഭരണത്തിൽ വന്ന ഈ ഒരു വർഷം കൊണ്ടാണോ? അല്ല, അത് ഇതിനകത്ത് മാഡം ദയവ് ചെയ്ത് എന്റെ ഒരു അഭ്യർത്ഥനയുണ്ട്. അറിയാൻ വയ്യാത്ത കാര്യത്തിൽ അഭിപ്രായം പറയരുത്. 2018 ഒന്നാമത്തെ തവണ ട്രംപ് അധികാരത്തിൽ വന്നപ്പോ അദ്ദേഹം ആ കരാറിൽ നിന്ന് പിന്മാറി. 2018 പിന്മാറിയതുകൊണ്ടാണ് പിന്നെ അവർ എൻറിച്ച്മെന്റിലേക്ക് പോയത്. അത് മനസ്സിലാക്കൂ. പിന്നെ അങ്ങനെ ഒരു കോൺട്രാക്റ്റിൽ നിന്ന് ഒരു കൂട്ടർ പിന്മാറിയും ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്താൽ പിന്നെ എന്ത് ചെയ്യും? അവരുടെ മുമ്പിലുള്ള വഴി എന്താ? ട്രംപ് പിന്മാറി എന്ന് വെച്ച് ഈ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി ഒരു എഗ്രിമെന്റിൽ എത്തുന്നത് ട്രംപും ആയിട്ടല്ലല്ലോ, ഒരുപാട് രാജ്യങ്ങൾ ചേർന്നാണല്ലോ, UN ഉണ്ട് അതിനകത്ത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു വൻകിട ശക്തി അതിൽ നിന്ന് മാറി എന്നതുകൊണ്ട് യുറേനിയൻ സമ്പുഷ്ടീകരണം അറിയാത്ത കാര്യത്തിൽ അഭിപ്രായം പറയരുത്. അമേരിക്ക പിന്മാറി ഉപരോധം ഏർപ്പെടുത്തി. അതിൽ ബാക്കി പറഞ്ഞിരുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തി. ഇത് അറിയാത്ത കാര്യത്തിൽ ഇങ്ങനെ അഭിപ്രായം ഒരു ചാനലിൽ വന്നിരുന്നോണ്ട് അറിഞ്ഞുകൂടാത്ത കാര്യത്തിൽ അഭിപ്രായം പറയുന്നത്. ശരി, ഞാനൊന്ന് ഇടപെടുകയാണ്. അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തി, യൂറോപ്യൻ രാജ്യങ്ങൾ ഉപരോധം. പോളിസി മേക്കിങ്ങിലെ ഒരു ബോഡിയാണോ, ഒരു ഭാഗമാണോ? താങ്കൾ എന്നെ പോലെ ലിറ്ററേച്ചർ, അതായത് ഇതേ പറ്റിയുള്ള വിവരങ്ങൾ വായിച്ചു മനസ്സിലാക്കുന്ന ഒരു ജെന്റിൽമാനാണ്, ഒരു പ്രൊഫസറാണ് അല്ലേ? ഞാനും വായിച്ചു തന്നെയാ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഞാൻ ഇസ്രായേലിന്റെ ഉപദേശകയല്ല, ഞാൻ അതുപോലെ ഇറാന്റെയും ഈ കാര്യങ്ങളെല്ലാം വായിച്ചു മനസ്സിലാക്കുമ്പോൾ നമുക്ക് ബിറ്റ്വീൻ ദ ലൈൻസ്, വി വിൽ റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ് സർട്ടൺ തിങ്സ്. അതായത് വെറുതെ ട്രംപ് ഇസ്രായേൽ ഫാക്ട്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാനല്ല ബിറ്റ്വീൻ ദ ലൈൻസ് വായിക്കേണ്ടത്, മാനിപ്പുലേറ്റ് ചെയ്യാനല്ല. വസ്തുതകളായിട്ട് പറയൂ. നമുക്ക് തോന്നുന്നു പറഞ്ഞാൽ എങ്ങനെ വസ്തുതയാവുന്നത്? ശരി, ഞാനൊന്ന് ഇടപെടുകയാണ്. ഡോക്ടർ മേരി ജോർജ്, മറ്റുള്ളവർ പറയുന്നതും കൂടി കേൾക്കട്ടെ. ഈ ഒരു ചാനലിൽ മാത്രമല്ല ഈ ചർച്ച വരുന്നത്, വിവിധ ചാനലുകളിൽ വരുന്നുണ്ട്. ഗൂഗിളിൽ വരുന്ന പലതും തെറ്റായിരിക്കാം, പക്ഷെ പലതും ശരിയായിരിക്കാം.
ശരി, അങ്ങനെ ഡോക്ടർ മേരി ജോർജ് നോക്കുമ്പോൾ മേരി ആര് ജോർജ് ശരി ഞാനൊന്ന് ആര് തെറ്റ് എന്നുള്ളത് കൃത്യമായിട്ട് ശ്രോതാക്കൾ മനസ്സിലാക്കട്ടെ. ശരി അവർക്ക് ഉണ്ടല്ലോ ഈ ഇന്റലിജൻസ് എന്ന് പറഞ്ഞത്. ഞാൻ ജോസഫ് ആന്റണിയെ മോശക്കാരനാക്കാനല്ല, എനിക്ക് തോന്നിയ ഒരു എന്നെ സംശയം, ശരി മോശക്കാരനാക്കാൻ പറ്റത്തില്ല. വ്യക്തമാണ് ഞാൻ വ്യക്തമാണ് മോശക്കാരനല്ലല്ലോ. ഡോക്ടർ മേരി ജോർജ് എനിക്ക് തോന്നിയ ഒരു സംശയമാണ് ഞാനിവിടെ ശരി പിന്നെ പറഞ്ഞത്. ഡോക്ടർ മേരി അപ്പൊ ജോർജ് അങ്ങനെ ഓക്കെ. ഡോക്ടർ മേരി ജോർജ് വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് തിരികെ വരാം. ഞാൻ ജെ.എസ്. അടൂരിലേക്ക് ഒന്ന് പബ്ലിക് പോവുകയാണ്. പ്ലാറ്റ്ഫോമിൽ വന്നു നിന്നുകൊണ്ട് വസ്തുതാപരമല്ലാത്ത കാര്യം പറയാൻ പറ്റില്ല. കൃത്യമായി അറിയുന്ന കാര്യങ്ങളെ നമ്മൾ പറയൂ. പ്രൊഫസർ ജോസഫ് ആനി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. അതെ, ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് ട്രംപ് ഈ കളിയെല്ലാം കളിച്ചോണ്ടിരിക്കുന്നത്. ഓർക്കണം, ഒരു ലോക പ്ലാറ്റ്ഫോമിലാണ് ട്രംപ് എല്ലാവരെയും വിഡ്ഢികളാക്കിക്കൊണ്ടുള്ള കളി കളിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന നമുക്ക് ഓരോ ജോസഫ് ആന്റണിക്ക് തോന്നുന്ന അതേ ഫീലിങ്സ് തന്നെ എനിക്ക് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഞാനും ഒരുപാട് ഞാനങ്ങനെ പ്ലാറ്റ്ഫോംസ് ഇങ്ങനെ എനിക്ക് നിർബന്ധമില്ല. ശരി, ഞാനൊന്ന് ഇടപെടുകയാണ്. എനിക്ക് നിർബന്ധമില്ല. ഞാൻ പറഞ്ഞത് എടുക്കുന്നു, അത് അത്രയേ ഉള്ളൂ. ഡോക്ടർ മേരി പക്ഷേ ജോർജ് കേരളത്തെ സംബന്ധിച്ച് ഈ പറയപ്പെട്ടതുപോലെ വലിയ പ്രതി, അതായത് 10 ദിവസം നീണ്ടു നിൽക്കുമല്ലോ, എങ്കിലും അതിന്റെ ഒരു പ്രതി പിന്നെ അനുരണനങ്ങൾ കേരളത്തിന്റെ സമ്പദ്ഘടനയിൽ ഉണ്ടാക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. പിന്നെ ഇവിടുത്തെ ഞാൻ പറഞ്ഞില്ലേ, സാധാരണക്കാരായ ഒരുപാട് പേരാ കേരളത്തിൽ നിന്ന് ഗൾഫ് കൺട്രീസിലേക്ക് പോയിരിക്കുന്നത്. അവരുടെ ഒക്കെ കുടുംബങ്ങളെ അത് തീർച്ചയായിട്ടും ബാധിക്കും. അവരെല്ലാം ഇപ്പൊ തന്നെ ആദി പിടിച്ചിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ അവിടെ എവിടെ എങ്ങനെ ഇരിക്കുന്നു, അവർക്ക് എപ്പോൾ വരാൻ പറ്റും, യുദ്ധം എത്ര വരെ നീണ്ടുപോകും, ഇതുപോലെയുള്ള ഒരുപാട് ആദികളോടെയാണ് ഇവിടെയുള്ള ഓരോ കുടുംബവും കഴിഞ്ഞു പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ടൂറിസം രംഗം, ആ ടൂറിസം രംഗത്തെയും വളരെ കൂടുതലായിട്ട് പിടിച്ചു കുലുക്കും. കാരണം ഈ റെമിറ്റൻസസ് 32% വരെ വന്ന കാലഘട്ടം ഉണ്ടെങ്കിൽ നമുക്ക് ടൂറിസത്തിൽ നിന്ന് കേരളത്തിന്റെ GSDPയുടെ 12-14% വരെ വരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പൊ ആ ടൂറിസം മേഖലയും, അതായത് എയർ വഴി വിദേശ ടൂറിസത്തെയാണ് ഇതിപ്പം അടിച്ചമർത്തുന്നത്. അത് വലിയ തോതിൽ നമുക്ക് ആ തരത്തിലും GSDPക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കാവുന്ന ഒന്നാണ്. ഡോക്ടർ മേരി ജോർജ് വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ജെ.എസ്. അടൂര്, ഡോക്ടർ മേരി ജോർജ് പറഞ്ഞതുപോലെ തന്നെ ഏതാണ്ട് ലക്ഷക്കണക്കിന് മലയാളി പ്രവാസികളാണ് യുദ്ധഭൂമിയിൽ കുടുങ്ങിക്കിടക്കുന്നത്. ആ പ്രദേശങ്ങളിലുള്ള ഗൾഫിലുള്ള യുദ്ധം ബാധിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലെ ഈ മലയാളി പ്രവാസികളെ ഒഴിപ്പിക്കാൻ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു നയതന്ത്ര ബന്ധങ്ങൾ എത്രത്തോളം പര്യാപ്തമാണ്? സത്യം പറഞ്ഞാൽ എൻ്റെ അഭിപ്രായം ഇപ്പോഴും ഒരു പാനിക്കിൻ്റെ അവസ്ഥയില്ല. നമ്മൾ ഈ ഇവിടുത്തെ ടെലിവിഷനിൽ കണ്ടിട്ട് 2-3 വസ്തുതകൾ പറയാം. കേരളത്തിലും ഇന്ത്യയിലും ഏറ്റവും കൂടുതൽ റെമിറ്റൻസ് വരുന്നത് USA നിന്നാണ്. 27.8% USA വരുന്നത്. രണ്ടാമത് UAE ആണ്. മൂന്നാമത് UK ആണ്. കാരണം ഇപ്പോഴത്തെ റെമിറ്റൻസിൻ്റെ എന്തുകൊണ്ട് മഹാരാഷ്ട്രയ്ക്ക് കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞാൽ IG എഡ്യൂക്കേറ്റഡ് ഫസ്റ്റ് ജനറേഷൻ ഇന്ത്യൻസ് USA, കാനഡ, സിംഗപ്പൂർ ഇവിടങ്ങളിലൊക്കെയാണ് വരുന്നത്. അപ്പം നമ്മളിത് കൃത്യമായ അതിനെക്കുറിച്ചൊരു ധാരണ വേണം. രണ്ടാമത്, നമ്മളിപ്പോഴും പാനിക്കിൻ്റെ അവസ്ഥയില്ല. കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടുതൽ മലയാളികളുള്ളത് സൗദി അറേബ്യയിലും, ഏറ്റവും കൂടുതലുള്ള സൗദി അറേബ്യയിലും UAE-യിലുമാണ്. ബഹ്റിനിലും ഖത്തറിലും ഒക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ അറ്റാക്ക് വളരെ ടാർഗറ്റഡ് അറ്റാക്കാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇറാനിൽ മലയാളികൾ കുറവാണ്, അതേസമയത്ത് ഇന്ത്യൻ സ്റ്റുഡൻസ് ഉണ്ട്. നമ്മളീ പറയുന്ന പോലെ ഇപ്പോഴും പാനിക് ആകേണ്ട സിറ്റുവേഷൻ ഇല്ല. അങ്ങനെ കാരണം നമ്മളൊരു മാസ് ഇവാക്വേഷൻ, കൂടാതെ കുവൈറ്റ് ഒരു കൊച്ചു രാജ്യമാണ്. ഇറ്റ്സ് ലൈക്ക് എ സിറ്റി സ്റ്റേറ്റ്. ഇപ്പം നിങ്ങൾക്ക് കുവൈറ്റിൻ്റെ ഒരു രീതി വന്നത്, കുവൈറ്റിനെ ഇറാഖ് മൊത്തം പിടിച്ചടക്കുമായിരുന്നു, കരയുദ്ധമായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, അത് ഇറ്റ് വാസ് നോട്ട് ഈവൻ കൈൻഡ് ഓഫ് ഏരിയൽ ബോംബിംഗ്. അപ്പോൾ ആ സമയത്തിലാണ് നമുക്ക് ഇവാക്വേഷൻ ചെയ്യേണ്ടി വന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അത് മാത്രം നമ്മൾ അതിൻ്റെ ജിയോ പൊളിറ്റിക്സ് പഠിക്കുമ്പോൾ ഇറാഖ് കുവൈറ്റിൻ്റെ തൊട്ടടുത്താണ്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇതൊരു ഏരിയൽ യുദ്ധമാണ് നടക്കുന്നത്. ഏരിയൽ യുദ്ധത്തിൻ്റെ അകത്ത് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ഈ UAE, സൗദി അറേബ്യ, ഈ രാജ്യങ്ങൾക്കൊക്കെ ആയുധം ഏറ്റവും കൂടുതൽ വിറ്റിരിക്കുന്നത് അമേരിക്കയാണ്. അപ്പോൾ അമേരിക്ക ആയതുകൊണ്ട് തന്നെ അവർക്ക് പേട്രിയോട്ട് മിസൈലും ബാക്കിയുള്ള എല്ലാം ഇന്റർസെപ്റ്ററും എല്ലാം ഉണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നോക്കിയാൽ നമ്മൾ വലിയ ഭീതിക്ക് അവസരം ഇല്ല. ഒന്നാമത്തെ എന്ന് വെച്ചാൽ നമ്മളൊരു മാസ് ഇവാക്വേഷൻ്റെ അവസ്ഥയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുപാട് പാനിക് ആകേണ്ട സിറ്റുവേഷൻ ഒന്നുമില്ല. രണ്ടാമത്, ഈ യുദ്ധത്തിൻ്റെ കോൺസിക്വൻസ് ഇറാൻ എന്താണ് ചെയ്തിരിക്കുന്നത്? ഇറാനും
ഇസ്രായേൽ ഇറാനെ ഫോക്കസ് ചെയ്യുന്നു, അമേരിക്ക ഫോക്കസ് ചെയ്യുന്നു. ഇറാൻ എന്താണ് ചെയ്തത്? അവര് ഇൻഫ്രാസ്ട്രക്ചർ, ഓയിൽ ഇൻഫ്രാസ്ട്രക്ചറിനെ ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്യും. നിവർത്തിയില്ലെങ്കിൽ അവര് ഈ കടലുടക്ക്, പിന്നെ കടലിൽ അവർ ഈവൻ മൈൻ വെതറിയെന്നും വരാം. അപ്പോൾ അതുകൊണ്ട് പറ്റാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ദേ ആർ ഗോയിങ് ടു ഡു എ സ്ട്രാറ്റജി. ഇറാന്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ലോകത്തെ എണ്ണയുടെ ഓയിൽ ഷോക്കും അതുപോലെ ട്രാവൽ ഷോക്ക്. അതായത് അതുകൊണ്ടാണ് അവർ വിമാനത്താവളത്തെയും എണ്ണ ഇൻഫ്രാസ്ട്രക്ചറിനെയും ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇമ്പാക്റ്റ് കൂടുതൽ വരാൻ പോകുന്നത്, ഞാൻ പറയുന്നത് ഇപ്പോൾ $39 ട്രില്യൺ അമേരിക്കയുടെ പൊതുകടം. അമേരിക്കയിൽ തന്നെ ബഹുഭൂരിപക്ഷത്തിനും ഈ യുദ്ധം എന്തിനാണ് ഈ യുദ്ധം എന്നതിനെ അറിയത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതിനൊരു യഥാർത്ഥ റീസൺ ഇല്ല. നേരത്തെ ജോസഫ് ആന്റണി പറഞ്ഞാണ് സത്യം. ഇവർ ഒബാമയായിട്ടൊരു ഡീൽ ഉണ്ടാക്കിയാണ്, ന്യൂക്ലിയർ ഡീല്. അതിൻ്റെ അകത്തുനിന്ന് വാക്കൗട്ട് ചെയ്തത് ഈ ട്രംപാണ്. ഈ ട്രംപ് ആണ് അമേരിക്കൻ നയങ്ങളെ തലതിരിച്ചു വെച്ചത്. അമേരിക്കൻ മൾട്ടിലാറ്ററലിസത്തെയും അമേരിക്കൻ എയ്ഡ് സ്ട്രക്ചറിനെയും അമേരിക്കയുടെ എല്ലാ ഈ ട്രേഡും എയ്ഡും എല്ലാം തകർത്ത് തരിപ്പണമാക്കി, മൾട്ടിലാറ്ററൽസ് തരിപ്പണമാക്കി. യഥാർത്ഥത്തിൽ നെതന്യാഹു 7-8 പ്രാവശ്യം അമേരിക്ക പോയി. അത് അവരുടെ ട്രാപ്പിൽ, അതായത് ഇസ്രായേലിൻ്റെ വാറിൽ അമേരിക്ക പിടിച്ചിടുകയാണ് ചെയ്തത്. അമേരിക്കയെ സംബന്ധിച്ചിട്ട് ഈ വാറ് നടത്താനുള്ള സാമ്പത്തിക ശേഷിയില്ല. യൂറോപ്പിനെ സംബന്ധിച്ചിട്ട് ഫ്രാൻസ് ആയാലും മറ്റ് രാജ്യങ്ങളായാലും അവരുടെ പൊതുകടം വളരെ കൂടുതലാണ്. അവരുടെ എക്കോണമി, UK എക്കോണമിയൊക്കെ ഡിലാപ്പിലേറ്റഡ് എക്കോണമിയാണ്. അവർക്കൊന്നും ഒരു യുദ്ധം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയിലല്ല നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്കൊക്കെ സ്റ്റേറ്റ്മെന്റ് പറയാനേ ഒക്കത്തുള്ളൂ. ചൈന അങ്ങനെ കയറി യുദ്ധം ചെയ്യുന്ന ആളല്ല. ചൈന എന്ന് പറഞ്ഞാൽ 10-30 കൊല്ലത്തേക്കുള്ള ഈവൻ പോസ്റ്റ് ഓയിൽ എനർജി ഇതിലേക്ക് പോയി. ഇന്ന് ഏറ്റവും കൂടുതൽ ലോകത്ത് ഇലക്ട്രിക് കാറുകൾ ഉൽപ്പാദിക്കപ്പെടുന്നത് ചൈനയിലാണ്. നമ്മൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെല്ലാം പോയാൽ ചൈനീസ് കാറാണ്. അപ്പം ചൈന അനങ്ങാതിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ചൈന അനങ്ങാതിരിക്കുകയല്ല, ദേ വെയിറ്റ് ആൻഡ് സീ. അമേരിക്ക ഈ യുദ്ധം ലാൻഡ് യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ വിയറ്റ്നാം യുദ്ധത്തിന്റെ കൂട്ട് ആയി പോകും. കാരണം ദേ വിൽ നോട്ട് ബി ഏബിൾ ടു വിൻ ദ വാർ. അപ്പം അതുകൊണ്ട് ഈ യുദ്ധം നീണ്ടുപോയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ അഫക്ട് ദ എക്കണോമിക് ആൻഡ് ഓയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് ദ വേൾഡ്. അത് കൊണ്ട് യൂറോപ്പ് ആയിരിക്കും ആദ്യം അമേരിക്കയെ പുഷ് ചെയ്യാൻ പോകുന്നത്. ഇത് നടത്താൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ട്രംപിന്റെ വാചകടിയായിരിക്കും. മിക്കവാറും ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേന് ട്രംപിന്റെ റേറ്റ് വീണ്ടും കുറയും. അപ്പോഴത്തേന് അദ്ദേഹം കുറെ വാചകടിച്ച് ഞങ്ങൾ മൊത്തം തകർത്ത് തരിപ്പണമാക്കി, ഞങ്ങളോട് കഴിച്ചാൽ ഇങ്ങനെ പുള്ളി പിൻവാങ്ങാനാണ്, യൂട്ടേൺ അടിക്കാനാണ് സാധ്യത. കാരണം ഇപ്പോഴത്തെ ഒരു രീതിയിൽ അമേരിക്കയുടെ പിന്നിൽ യൂറോപ്പ് ഭയങ്കരമായിട്ട് പ്രഷർ ചെലുത്തുന്നുണ്ട്. അതാണ് എനിക്ക് മൊത്തത്തിൽ ഇതിനെക്കുറിച്ച് പറയാം. ശരി, വ്യക്തമാണ്. ശ്രീ ജോസ് പ്രദീപ്, ഈ വിമാന നിരക്കുകൾ കുത്തനെ കൂട്ടുമ്പോൾ അത് പ്രവാസികളുടെ യാത്രയെ മാത്രമല്ല, കേരളത്തിലേക്കുള്ള ചരക്ക് ഗതാഗതത്തെയും ബാധിക്കില്ലേ? ഡെഫിനറ്റ്ലി വിമാന നിരക്ക് കൂടുക മാത്രമല്ല, ആവശ്യത്തിന് വിമാനങ്ങളും ഇല്ല. ഇപ്പം കാർഗോ ഫ്ലൈറ്റ്സ് ഒന്നും ഇപ്പൊ ഫ്ലൈ ചെയ്യുന്നില്ല, വളരെ കുറച്ചേ ഉള്ളൂ. പ്രത്യേകിച്ച് എല്ലാ ഗൾഫ് സെക്ടർ ആണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. കേരളം നമ്മുടെ ഏറ്റവും അടുത്തുള്ളതും ഏറ്റവും കൂടുതൽ ഫ്ലൈറ്റ്സ് ഉള്ളതും ഗൾഫ് സെക്ടർ ആണ്, GCC കൺട്രീസിൽ നിന്നാണ്. അപ്പോൾ ഈവൻ ഏത് ഫോറിൻ രാജ്യത്ത് നിന്ന് വരുന്നവരാണെങ്കിൽ പോലും ഒരു ലുഫ്താൻസയോ KLM അങ്ങനെയുള്ള ഫ്ലൈറ്റ്സ് അല്ല ആശ്രയിക്കുന്നത്. അവരെല്ലാവരും എമിറേറ്റ്സും ഒമനെയറും എയർ അറേബ്യ അങ്ങനെയുള്ള ഫ്ലൈറ്റ്സ് ഒക്കെ ഉള്ളു. അതെല്ലാം നിന്നുപോയി. അതിനൊക്കെ റീസണബിൾ ഫെയറും ആണ്. അതിനൊക്കെ പ്രത്യേകിച്ച് ഈ ചരക്ക് ഗതാഗതം ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും. ഒരുപാട് ബുദ്ധിമുട്ട്. ലോകത്ത് എവിടെ യുദ്ധം ഉണ്ടായാലും അഫക്ട് ചെയ്യുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിന്റെ ടൂറിസത്തെയാണ്, അല്ലാന്ന് പറയാൻ പറ്റുമോ? ബിക്കോസ് കേരള ഈ മൂലയ്ക്ക് കിടക്കുന്നതാണ്. ലോകത്തുനിന്ന് എല്ലാവരും ഇവിടെ വരുന്ന ആളുകളുമാണ്. എവിടെ യുദ്ധം ഉണ്ടായാലും നമ്മളെയാണ് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്നത്. ശരി, പ്രൊഫസർ ജോസഫ് ആന്റണി, യുദ്ധം രൂക്ഷമാകുന്ന ഈ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ഉണ്ടാവാനുള്ള മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും? അല്ലെങ്കിൽ ഈ ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിലുള്ള അടുത്ത പ്രതിവിധി എന്താണ്? ഞാൻ എന്റെ മേഖല അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് എന്റെ ഈ വിഷയത്തിലോട്ട് പോകാം. നമ്മൾ ഈ വളരെ
ഈ കേരളവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിഷയം ചർച്ച ചെയ്യേണ്ടിയിരുന്നു. അതാരും ചർച്ച ചെയ്യുന്നില്ല. അതെന്താണെന്ന് വെച്ചാൽ ഈ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുക എന്നുള്ളത് അടച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എണ്ണ പുറത്തേക്ക് വരുന്നത് മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങൾക്ക് വേണ്ട ഭക്ഷണം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ പോകുന്ന വഴിയും ഹോർമുസ് കടലിടുക്കാണ്. തീർച്ചയായും. അങ്ങനെ പോകാതെ വരുമ്പോൾ അവിടെ അത് വലിയ പ്രശ്നമുണ്ടാകും എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നം ലോകത്തെ കാത്തിരിക്കുന്നത്, ഈ യുദ്ധം മുന്നോട്ട് പോയാൽ ഇറാന്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഈ ഗൾഫ് രാജ്യങ്ങളെല്ലാം അവർക്ക് കുടിവെള്ളം എടുക്കുന്നത് ഡീസാലിനേഷൻ എന്ന് പറയുന്ന പ്രോജക്റ്റിലൂടെയാണ്, സൗദി അറേബ്യ ഉൾപ്പെടെ. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത്, വായിച്ച് ഞാൻ മനസ്സിലാക്കി, ഇനി യുദ്ധം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇറാൻ ഇനി അടുത്തതായിട്ട് ആക്രമിക്കാൻ പോകുന്നത് ഈ ശുദ്ധജല മേഖലയാണ്. ആ ശുദ്ധജല മേഖലയെ ഇറാൻ ആക്രമിച്ചു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിലെ ജനങ്ങൾക്ക് പോലും പിടിച്ചു നിൽക്കാൻ കഴിയും. അങ്ങനെ ജനങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പ്രവാസികളായിട്ട് കഴിയുന്ന ആളുകളായിരിക്കും അവർ ആദ്യം ഒഴിപ്പിക്കുക. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ യുദ്ധം ഇങ്ങനെ നീണ്ടുപോയി കഴിഞ്ഞാൽ അത് നമുക്ക് വളരെയധികം, പ്രത്യേകിച്ച് ശ്രീ പ്രദീപിനെ പോലെയുള്ളവർ പറഞ്ഞ പോലെ മലയാളികളായിട്ടുള്ളവരെയാണ് ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധി ഇറാനും പിന്നെ ഈ രാജ്യങ്ങളും തമ്മിൽ നടക്കുന്ന പ്രതിസന്ധി അതാണ് ഒന്നാമത്തെ. ഞാൻ വളരെ ചുരുക്കി പറയാം, ഞാൻ കുറച്ച് കൂടുതൽ സംസാരിച്ചെന്ന് എനിക്ക് തോന്നുന്നു. ഈ അന്തർദേശീയ രാഷ്ട്രീയം, ഈ ശ്രീ ജയസ് അടൂര്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ചൊക്കെ നല്ല ധാരണയാണ്, ലോകരാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ നല്ല ധാരണ, പ്രത്യേകിച്ച് ഐക്യരാഷ്ട്ര സംഘടനയുമായിട്ട് ഒരുപാട് അടുത്ത് ഇടപഴകിയിട്ടുള്ള വ്യക്തിയാണെന്ന് എനിക്ക് നേരിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയാം. അപ്പം ഞാൻ പറഞ്ഞത് ഇനി സംഭവിക്കാൻ എന്താണ്, ലോകം, ഞാൻ നേരത്തെ പറഞ്ഞത് അതാണ്, ഈ ചട്ടപ്രകാരമുള്ള ലോകക്രമമാണ് ലോകം നിലനിൽക്കുന്നതിന് ഏറ്റവും അത്യാവശ്യം. അത് വളരെ ഐഡിയൽ ഒന്നുമല്ല, പക്ഷെ എങ്കിൽ പോലും നമുക്ക് ലോകത്ത് നിലവിലുള്ള ഒരു സമ്പ്രദായം അനുസരിച്ച് എല്ലാവരും ഏതാണ്ട് പിന്നെ നിയമത്തിനനുസരിച്ചൊക്കെ പ്രവർത്തിച്ചാൽ മാത്രമേ പോകാൻ കഴിയൂ. അതാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. എന്താണ് ഇപ്പോ ഒരു ഭരണാധികാരി വന്നിരിക്കുന്നു. ആ ഭരണാധികാരി, ട്രംപ് എന്ന് പറയുന്ന ഭരണാധികാരി എന്ന് പറയുന്നതാണ് അമേരിക്ക ഫസ്റ്റ്. അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുന്ന, അദ്ദേഹത്തിന് അത് പറയാനുള്ള അവകാശമുണ്ട്. പക്ഷെ അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുമ്പോൾ അതൊരു അപകടകരമായ അതിനകത്തുള്ള കാര്യം. അമേരിക്കയും ഇന്ത്യയും ചേർന്നൊരു കരാർ ഉണ്ടാക്കുമ്പോൾ അമേരിക്ക ഫസ്റ്റും ഇന്ത്യ ലാസ്റ്റും ആകാൻ പാടില്ല. ഒരു പരസ്പര ബന്ധങ്ങളിൽ നമുക്ക് വേണ്ടത് ഒരു വിൻ വിൻ സിറ്റുവേഷനാണ്. എനിക്കും ഗുണമുണ്ടാവണം, നിങ്ങൾക്കും ഗുണമുണ്ടാവണം. ഇതാണ് ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്നത്. അങ്ങനെ ആകുമ്പോഴാണ് ലോകം മുന്നോട്ട് നമുക്ക് സന്തോഷത്തോടെ മുന്നോട്ട്. ഇവിടെ എന്താ ചെയ്യുന്നത്, എനിക്ക് മാത്രം ഗുണമുണ്ടായാൽ മതി, അല്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് മാത്രം ഗുണമുണ്ടായാൽ മതി. എന്നാൽ എൻ്റെ കൂടെ നിൽക്കുന്നവരെന്ന് പറഞ്ഞാൽ യൂറോപ്പിനെ പോലും, ശ്രീ ജയസ് അടൂർ പറഞ്ഞതുപോലെ, യൂറോപ്പിനെ പോലും വേണ്ട, യൂറോപ്പിന്റെ നാറ്റോ വേണ്ട, യൂറോപ്യൻ യൂണിയൻ വേണ്ട, ഇതൊന്നും വേണ്ട, നിങ്ങളെല്ലാം ഒന്നിനും കൊള്ളാത്തവരാണ്, ഞാൻ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇപ്പോൾ ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ സംഭാഷണം നിർത്താം. അതായത് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ ഇല്ല ഇനി. ഈ ട്രംപ് നിലനിൽക്കുന്നിടത്തോളം, ഈ ഭരിക്കുന്നിടത്തോളം കാലം യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ ഇല്ല. അതിന് പകരം എന്താ ഉണ്ടാക്കിയത്? ഗാസയിൽ വംശഹത്യ നടത്തി ഇസ്രായേൽ. ആ ഇസ്രായേൽ വംശഹത്യ നടത്തി ആ ഇസ്രായേൽ പ്രശ്നം പരിഹരിക്കുന്നതിനെന്ന് പറഞ്ഞ പേരിൽ അദ്ദേഹം ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കി, ബോർഡ് ഓഫ് പീസ്. ആ ബോർഡ് ഓഫ് പീസ് അദ്ദേഹം ഉണ്ടാക്കിയിട്ട് അദ്ദേഹം തന്നെ അതിന്റെ ഏറ്റവും വലിയ ആളായിട്ട് മാറി. എന്നിട്ട് അങ്ങേക്ക് പറയാണ്, നിങ്ങൾ ഇത്ര കോടി $1 million എന്നാൽ നിങ്ങൾക്കൊരു പ്രിവിലേജ്ഡ് മെമ്പർഷിപ്പ്, അല്ലാത്തവർക്ക് സാധാരണ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ പിന്നെന്താ അദ്ദേഹം പറഞ്ഞത്? ഇത് ഗാസയുടെ പ്രശ്നം പരിഹരിക്കാനാണ് ബോർഡ് ഓഫ് പീസ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പിന്നെന്താ പറഞ്ഞത്? ലോകത്തിലുള്ള മറ്റെല്ലാ കാര്യങ്ങളും ഈ ബോർഡ് ഓഫ് പീസ് പരിഗണിക്കും എന്ന് പറയാൻ എന്താ അർത്ഥം? ട്രംപ് എന്ന് പറയുന്ന ഞാൻ ലോക ചക്രവർത്തിയായി മാറിയിരിക്കുന്നു, ഞാനാണ് ഇനി ലോകം ഭരിക്കാൻ പോകുന്നതും, നിങ്ങൾ ഞാൻ പറയുന്നത് കേട്ട് നിൽക്കണം എന്ന് പറയുന്ന അപകടകരമായ അവസ്ഥയിലേക്ക് ലോകം മാറിയിരിക്കുന്നു. അതങ്ങനെ മുമ്പോട്ട് പോയാൽ അത് ലോകത്തിനും ഇന്ത്യക്കും മലയാളിക്കും എല്ലാവർക്കും വലിയ അപകടകരമാകും. അതിന് എതിരായിട്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വളരെ ശക്തമായി അവർക്ക് പ്രതികരിക്കാൻ കഴിയുന്ന ബ്രിക്സ് പോലെയുള്ള മേഖലയിലൂടെ, ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്ന ആ ഗ്രൂപ്പിങ്ങിലൂടെ, ഇങ്ങനെയുള്ള ഗ്രൂപ്പിങ്ങിലൂടെ ശക്തമായ പ്രതിഷേധം അറിയിക്കാൻ കഴിയണം. അമേരിക്കയിൽ പ്രതിഷേധം, ശ്രീ ജയസ് അടൂർ പറയുന്നത്, അമേരിക്കയിൽ 27% മാത്രമാണ് ട്രംപിന്റെ ഈ നടപടി അംഗീകരിക്കുന്നത്. അവർ പറഞ്ഞു, നിങ്ങൾ മാകാന്നൊക്കെ പറഞ്ഞിട്ട് അമേരിക്കയെ മാത്രം രക്ഷിക്കാൻ പോവാണ്, 4 hour വാറിന് നിങ്ങൾ പോകില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ വന്ന സമയം മുതൽ നിങ്ങൾ നൈജീരിയ ആക്രമിക്കുന്നു, സുഡാനെ ആക്രമിക്കുന്നു, പനാമ ഏറ്റെടുക്കും എന്ന് പറയുന്നു, ഗ്രീൻലാൻഡ് ഏറ്റെടുക്കും എന്ന് പറയുന്നു, കാനഡയെ നിങ്ങൾ 51ാമത്തെ സ്റ്റേറ്റ് ആക്കും എന്ന് പറയുന്നു. ഇതാണോ നമ്മൾ ചെയ്യേണ്ടത്? അതല്ലല്ലോ. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് ഫോക്കസ് ചെയ്യേണ്ടത്, ഇവിടെ പറഞ്ഞ കണക്ക് $39 trillion, ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ബാധ്യതയുള്ള രാജ്യം. ആ ഡോളർ എന്ന് പറയുന്ന ഒരു കരുതൽ ശേഖരം ഉള്ളത് കൊണ്ട് മാത്രമാണ് അമേരിക്ക എന്ന് രാഷ്ട്രം നിൽക്കുന്നത്. അങ്ങനെയുള്ള കാര്യത്തിൽ ശ്രദ്ധിക്കാതെ ലോകത്ത് തോന്നുംപടി, അതായത് പോളിസി ഇല്ല, തോന്നുന്നത് അമേരിക്കൻ പ്രസിഡന്റിന് തോന്നുന്നതാണ് പോളിസി. അത് ലോകത്തിൽ ഏറ്റവും വലിയ അപകടകരമായ ഒരു ഭ്രാന്തൻ ഭരണാധികാരിയാണ് ട്രംപ്. ശരി, വ്യക്തമാണ്. ഡോക്ടർ മേരി ജോർജ്, ഈ ഇന്ധന വില വർധനവ് മൂലം ചരക്കുകൂലി വർദ്ധിക്കുന്നു. അപ്പോൾ ഒരു ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിലെ പണപ്പെരുപ്പ് എങ്ങനെ നിയന്ത്രിക്കാനാവും? അതായത് യുദ്ധം നീണ്ടുപോവുകയാണെങ്കിൽ കേരളത്തിലെ പണപ്പെരുപ്പം നിയന്ത്രിക്കുക വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം
ഇന്ത്യയുടെ പോപ്പുലേഷന്റെ 2.6% കേരളത്തിന്റെ പോപ്പുലേഷൻ. പക്ഷേ ഇന്ത്യയുടെ കൺസംഷന്റെ 10%-ലേറെയാണ് കേരളത്തിന്റെ കൺസംഷൻ. അതുകൊണ്ടാണ് കേരളത്തെ ഒരു ഉപഭോക്തൃ സംസ്ഥാനം എന്ന വിളിപ്പേര് തന്നെ ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, 0.25% മാത്രം കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഓൾ ഇന്ത്യ തലത്തിൽ നിലനിൽക്കുമ്പോഴാണ് കേരളത്തില് 8.56% ആയിരുന്നത്. അപ്പൊ അങ്ങനെ വലിയ വ്യത്യാസം ഉപഭോക്തൃ കേരളം ആയതുകൊണ്ട് തന്നെ കേരളത്തിലെ വിലക്കയറ്റത്തിൽ വലിയ മാറ്റം വരും. അത് കേരളത്തെ കൂടുതൽ ബുദ്ധിമുട്ടിക്കും. തന്നെയുമല്ല, ഇപ്പോൾ ഗൾഫിൽ നിന്നുള്ള വരുമാനമൊക്കെ കുറയുകയാണെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് കുടുംബങ്ങളെ വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകാൻ അതിന് കഴിയുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. മിസ്റ്റർ ജെയിംസ്, അതിന്റെ കൂടെ ഞാൻ ഒന്നോടെ പറഞ്ഞോട്ടെ, ഞാനും പൂർണ്ണമായിട്ടും ട്രംപ് ഒരു ഡംബനാണെന്ന് സമ്മതിക്കുന്ന കൂട്ടത്തിലാണ്. ഒരു കാരണവശാലും ഞാൻ ട്രംപിനെ പിന്താങ്ങി സംസാരിക്കാറേ ഇല്ല. അതായത് യുണൈറ്റഡ് നേഷൻസ് 1945 നിലവിൽ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം നിലവിൽ വന്നത് ലോകത്തെ റിക്കവറിക്കും ഒക്കെ വേണ്ടിയിട്ടാണ് യുണൈറ്റഡ് നേഷൻസ് കൊണ്ടുവരുന്നത്. ആ യുണൈറ്റഡ് നേഷൻസിൻ്റെ തന്നെ ഇപ്പൊ അപ്രസക്തമാക്കിക്കൊണ്ട് സ്വന്തം പീസ് ബോർഡും ഒക്കെ സൃഷ്ടിച്ച് അഹങ്കാരിയായിട്ട് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നേറുന്ന ട്രംപിനെ ശുംഭനെന്നല്ലാതെ വേറെ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഞാന് ആ ഇറാനെ ആക്രമിച്ചതിന്റെ പേരിൽ എനിക്ക് മാത്രം വേറെ ആർക്കും ഇല്ലായിരിക്കാം ഒരു പക്ഷെ അങ്ങനെ ഒരു ഡൗട്ട്. എനിക്കുണ്ടായ ഒരു ഡൗട്ടാണ്. ആ ഡൗട്ട് ഞാൻ വേറെ പല സ്ഥലത്തും വായിക്കുകയും ചെയ്തു. അങ്ങനെയാണ് പറഞ്ഞത്. തെറ്റിദ്ധരിക്കേണ്ട, അല്ലാണ്ട് ജോസഫ് ആന്റണി പറഞ്ഞത് തെറ്റ് എന്ന് പറയാനല്ല, എന്റെ അഭിപ്രായമാണ് ഞാൻ രേഖപ്പെടുത്തിയത്. അവകാശം എനിക്കുണ്ടല്ലോ. ഇഷ്ടമില്ലാത്തൊരു തള്ളിക്കളയാ, അത് വെരിഫൈ ചെയ്യുകയും ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും വേറെ എവിടെയെങ്കിലും അത്തരം സോഴ്സസ് ഉണ്ടോ എന്ന് നോക്കാം. അപ്പൊ എന്തായാലും ഈ ഇറാന്റെ എതിരെയുള്ള ആക്രമണം, അതായത് ശരിക്കും പറഞ്ഞാൽ ഇറാൻ ഇന്ത്യയെ സംബന്ധിച്ച് ഒരു സുഹൃത്ത് രാഷ്ട്രം മാത്രമായിരുന്നു. കാരണം നമുക്കറിയാം, ട്രംപ് ഉപരോധം ഏർപ്പെടുത്തിയിരുന്നപ്പോൾ പോലും ഇറാൻ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വളരെ വില കുറഞ്ഞ തോതിൽ നമുക്ക് ഇന്ധനം കിട്ടിക്കൊണ്ടിരിക്കുന്നു. സൗഹൃദം കാണിക്കുന്ന രാജ്യമാണ്. നമ്മുടെ സമയത്തിന്റെ പരിമിതി മൂലമാണ് ഞാൻ ഇടപെടുകയാണ്. ശ്രീ ജയേഷ് അടൂര്, ഗൾഫ് മേഖലയിലെ ഇപ്പോഴത്തെ ഈ സംഘർഷ സാഹചര്യം ഒരു യുദ്ധത്തിലേക്ക്, പൂർണ്ണ തോതിലുള്ള ഒരു യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? അതിപ്പോ പ്രെഡിക്റ്റ് ചെയ്യാനൊക്കെ ഇല്ല. കാരണം എന്താ പറഞ്ഞാൽ യുദ്ധം തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറയാം, ഇറാന്റെ ചരിത്രം അല്ലെ പേർഷ്യയുടെ ചരിത്രം, പിന്നെ അലക്സാണ്ടർ കാലം തൊട്ട് ഇസ്ലാമിക് അധിനിവേശം തൊട്ട് ഈ ഇറാൻ എന്ന് പറയുന്ന, പേർഷ്യ എന്ന് പറയുന്ന രാജ്യം പെട്ടെന്ന് കീഴടങ്ങുന്ന രാജ്യമല്ല. നമ്മൾ ലോകചരിത്രം പഠിച്ചാൽ ഡീപ്പ് കൾച്ചറുള്ള പല രാജ്യങ്ങളും. ഞാൻ ടെഹ്റാനിൽ പല പ്രാവശ്യം പോയിട്ടുണ്ട്. ഇറാഖിലെ ഞാൻ യുഎനിലിരിക്കുമ്പോൾ ഞാൻ ഇറാഖിൽ പോയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എൻ്റെ പേര് കാരണം സായിപ്പാണെന്ന് വിചാരിച്ചു. അവർ വല്ലാതെ എന്താ പറഞ്ഞേ വരണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, നമ്മളെല്ലാം സുഹൃത്തുക്കളാണ്, ഇന്ത്യക്കാരും ഇറാഖും ഒക്കെ തമ്മിലുള്ള ബന്ധമുണ്ട്. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇതൊരു ഡീപ്പ് കൾച്ചറിൽ അൺലെസ് യു കൺസീഡ് യു നെവർ കൺസീഡ്. അതായത് ഒരു വാറെന്ന് പറഞ്ഞാൽ ഈക്വലി സൈക്കോളജിക്കലാണ്. അവിടെ ഇറാനിൽ പല പ്രശ്നങ്ങളുണ്ട്, ഇറാനിൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ പലതുണ്ട്. പക്ഷേ ഈ വാറുണ്ടല്ലോ, പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികളെ ബോംബ് ഇട്ട വാറ് യഥാർത്ഥത്തിൽ ഇറാനികളെ, ദേ ഹാവ് യൂണിഫൈഡ് ഇറാൻ അഗൈൻസ്റ്റ് ദിസ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ ആത്മാഭിമാനത്തെയാണ്. ഇന്ന് തന്നെ ഉദാഹരണത്തിന് ഇസ്രായേൽ പറയുന്നത് എന്താണ്, അവർ ഇനിയും ഒരു ഭരണാധികാരി പിന്നെ തിരഞ്ഞെടുത്താലും അവരെ വധിക്കും. ഇതെന്ത് രാജ്യമാണിത്? ഇത് ഇന്റർനാഷണൽ ലോ ആണിത്. ആർക്കും ഒരു ഇന്റർനാഷണൽ ഹ്യൂമാനിറ്റേറിയൻ ഇന്റർനാഷണൽ ലോയുടെയും നഗ്നമായ ലംഘനമല്ലേ? ഒന്ന് ആലോചിച്ചേ, നമ്മുടെ രാജ്യത്ത് വന്ന് ഒരാളെ പിടിക്കുക. ഇപ്പം നമ്മുടെ രാജ്യത്ത് നമ്മളെല്ലാം, നമ്മുടെ രാഷ്ട്രീയമുണ്ട്, നമ്മൾ വിമർശിക്കും. പക്ഷെ നമ്മുടെ രാജ്യത്തെ ഒരു ഭരണാധികാരിയെ ഹൈജാക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയോ ചെയ്താൽ ഇവിടുത്തെ വികാരം എന്തോ നമുക്ക് തന്നെ അറിയാം. അത് ഐഡിയോളജിക്കൽ അപ്പുറത്ത് ഒരു നാഷണലിസം വരും. അതാണ് ഇറാനിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇവഞ്ച്വലി ഇറാന്റെ വാറായിട്ട് വരും. ഇവര് നശിപ്പിച്ചു, കുറെ കപ്പലുകൾ നശിപ്പിച്ചു, അവിടെ കുറെ ബോംബിട്ട് അവർ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നതല്ലാതെ, അത് വിയറ്റ്നാം വാറിലായാലും
അത് കഴിഞ്ഞിട്ട് അഫ്ഗാനിസ്ഥാനിൽ എന്താ സംഭവിച്ചത്? 20 കൊല്ലം യുദ്ധം ചെയ്തിട്ട് അവസാനം താലിബാൻ വന്നു, ഒരു മാറ്റം വന്നില്ല. ഇറാഖിൽ യുദ്ധം ചെയ്ത് കഴിഞ്ഞപ്പോൾ 2008 അമേരിക്കൻ എക്കോണമി തകർന്ന് തരിപ്പണമായി. അതിന് ഇപ്പോഴും അമേരിക്ക വളർന്നു വന്നിട്ടില്ല. അപ്പോൾ ഈ യുദ്ധം എപ്പോൾ കഴിയുമെന്ന് ഇറാൻ ആലോചിക്കും. ശരി, അല്ലെങ്കിൽ അമേരിക്ക യു ടേൺ അടിച്ച് മുങ്ങേണ്ടി വരും. കാരണം എന്ന് പറഞ്ഞാൽ കരയുദ്ധത്തില് അമേരിക്ക പരാജയപ്പെടും. ശരി, വ്യക്തമാണ്. ഞാൻ ഇടപെടുകയാണ്. നമ്മുടെ സമയം ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. അതിജീവനത്തിൻ്റെ ചരിത്രമാണ് മലയാളിയുടേത്. യുദ്ധമായാലും പ്രളയമായാലും അതിനെ നേരിടാനുള്ള കരുത്ത് നമുക്കുണ്ട്. പക്ഷേ ഗൾഫ് പ്രതിസന്ധി എന്നത് കേവലം വൈകാരികമായൊരു പ്രശ്നമല്ല, മറിച്ച് നമ്മുടെ സാമ്പത്തിക നിലനിൽപ്പിൻ്റെ കൂടി പ്രശ്നമാണ്. ഖജനാവ് ശൂന്യമാകുന്നതിനെക്കുറിച്ച് ആകുലപ്പെടുമ്പോൾ തന്നെ ഈ നാടിനെ വളർത്തിയ പ്രവാസിയെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം. സർക്കാരിൻ്റെ കൃത്യമായ പ്ലാനിങ്ങും ജനങ്ങളുടെ പിന്തുണയും ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും മറികടക്കാം. ചർച്ചയിൽ പങ്കെടുത്ത JS അടൂർ, പ്രൊഫസർ ജോസഫ് ആൻ്റണി, ജോസ് പ്രദീപ്, ഡോക്ടർ മേരി ജോർജ്, നന്ദി. മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച കാണാം. നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.